നടരാജ് കൂടി ചേരുന്നു ചേലക്കരയിൽ നിന്ന്. നടരാജ്, ഈ ചേലക്കരയിൽ LDFന്റെ ഒരു കുത്തക കോട്ടയാണ്. അവിടുത്തെ ആദ്യ റൗണ്ടുകൾ എണ്ണുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ എങ്ങോട്ടാണ് ദിശാസൂചി എന്ന് മനസ്സിലാകും. ആദ്യ റൗണ്ടുകൾ ഏതൊക്കെ പഞ്ചായത്തുകളാണ് എണ്ണുന്നത്, അത് നൽകുന്ന സൂചന എന്താണ്? പ്രധാനമായും വരവൂർ, വള്ളത്തോൾ നഗർ, ദേശമംഗലം ഈ 3 സ്ഥലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലമാണ് നിർണായകമാകുക. ഇവിടെയാണ് ആദ്യം എണ്ണുന്നതും. വരവൂരിലെ 1 മുതൽ 13 വരെയുള്ള ബൂത്തുകൾ, ദേശമംഗലത്തിലെ 14 മുതൽ 28 വരെ, അതുപോലെ തന്നെ വള്ളത്തോൾ നഗറിലെ 29 മുതൽ 46 വരെയുള്ള ബൂത്തുകൾ. ഈ പ്രദേശങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടുകൂടി ഏതാണ്ട് ട്രെൻഡ് എന്താണെന്നുള്ള കാര്യത്തിൽ വ്യക്തമായ സൂചന ലഭിക്കുമെന്ന് ഉറപ്പാണ്. നമുക്ക് രാവിലെ 9:30 മുമ്പ് തന്നെ ഏതാണ്ട് ചിത്രം അത് വ്യക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് കരുതുന്നു. കാരണം ഇത് 3ഉം ഇടതുപക്ഷത്തിന്റെ കോട്ടയായ സ്ഥലങ്ങളാണെന്ന് പ്രത്യേകം പറയാം. ഇവിടെ ഇടതുപക്ഷത്തിന് വോട്ടിന്റെ കാര്യത്തിൽ ഒരു തിരിച്ചടി ഉണ്ടെങ്കിൽ അത് രമ്യയ്ക്ക് അനുകൂലമായ ഘടകമായി നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. എന്നാൽ ഇവിടെ ഈ 3 സ്ഥലങ്ങൾ UR പ്രദീപ് ലീഡ് നിലനിർത്തുകയാണെങ്കിൽ പിന്നീട് തിരിഞ്ഞു നോക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് സ്ഥിതി. അതുകൊണ്ട് തന്നെ വരവൂർ, ദേശമംഗലം, വള്ളത്തോൾ നഗർ എന്നീ സ്ഥലങ്ങളിലെ ട്രെൻഡ് എന്താണെന്നുള്ളത് ഏറ്റവും നിർണായകമാണ്. ഈ സ്ഥലങ്ങളിലെ വോട്ടുകളാണ് ഈ ചേലക്കരയുടെ ജനവിധിയുടെ ട്രെൻഡ് നിർണ്ണയിക്കുക എന്ന് പറയേണ്ടി വരും. ഇത് 3ഉം ഈ മുസ്ലിം വോട്ടുകളുടെ കൺസോൾട്ടേഷനുള്ള സ്ഥലം കൂടിയാണ്. നമുക്കറിയാവുന്ന പോലെ വള്ളത്തോൾ നഗറിലൊക്കെ തന്നെ ഒരുപാട് മുസ്ലിം വോട്ടുകളുണ്ട്. ഇത് LDFനാണോ UDFനാണോ പോയിട്ടുള്ളത് എന്ന് നിർണായകമാണ്. ഇവിടം കേന്ദ്രീകരിച്ചാണ് അൻവറിന്റെ DMK ഒക്കെ തന്നെ നേരത്തെ വളരെ വലിയ രീതിയിൽ പ്രചാരണം നടത്തിയിരുന്നത്. അതും ഈ മുസ്ലിം വോട്ടുകൾ ലക്ഷ്യം വെച്ചുള്ള നീക്കമായിരുന്നു എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ മുസ്ലിം വോട്ട് ചെതറിപ്പോയിട്ടുണ്ടോ അതോ LDF ക്യാമ്പിലേക്ക് തന്നെയാണോ പോയത് തുടങ്ങിയ കാര്യങ്ങൾ നിർണായകമാണ്. നേരത്തെ LDF ക്യാമ്പിലേക്ക് പോകുന്ന ഒരു പതിവാണ് ഈ ഭാഗങ്ങളിലെ മുസ്ലിം വോട്ടുകൾ ഉണ്ടായിരുന്നത്. ഇത്തവണ എന്തായിരിക്കും ട്രെൻഡ് എന്ന് അറിയേണ്ടതുണ്ട്. ഇതൊക്കെ തന്നെ മുന്നിൽ കൊണ്ടുകൊണ്ടാണ് വലിയൊരു കൃത്യമായ പ്രചാരണം ഈ ഭാഗത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ഇടത് സർക്കാർ നടത്തിയതെന്നും പറയേണ്ടി വരും. ഈ ഭാഗങ്ങളിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് റിയാസ് പ്രചാരണം നടത്തിയിരുന്നത്. മറ്റു സ്ഥലങ്ങളിലും മുതിർന്ന മന്ത്രിമാർ തന്നെ നേരിട്ടെത്തി പ്രചാരണം നടത്തുന്ന സാഹചര്യമുണ്ടായി. കൗണ്ടിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ പിന്നീട് ഞാൻ ഈ പറഞ്ഞ 3 പഞ്ചായത്തിന് ശേഷം ചേലക്കര, കൊണ്ടാഴി, തിരുവില്ലാമല തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരും. ചേലക്കരയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് 2 മുന്നണികളും തമ്മിലെന്ന് പറയാം. കൊണ്ടാഴിയിൽ കോൺഗ്രസിന് ചെറിയൊരു അപ്രമാദിത്വമുണ്ട്. തിരുവില്ലാമലയിൽ BJPക്ക് മേൽക്കൈയുള്ള സ്ഥലം കൂടിയാണ് തിരുവില്ലാമല. ബാലകൃഷ്ണൻ സ്ഥാനാർത്ഥിയുടെ സ്ഥലം കൂടിയാണത്. ആ ഭാഗത്ത് പല വോട്ടുകളും BJPക്ക് നിർണായകമാകുമെന്ന് കരുതുന്നു. മുള്ളൂർക്കരയും പഴയന്നൂരും പൂർണ്ണമായും കോൺഗ്രസിന് മേധാവിത്വമുള്ള സ്ഥലങ്ങളാണ്. അതായത് ആദ്യത്തെ 3 പഞ്ചായത്തുകളുടെ വിധി ആയിരിക്കും ഏറ്റവും നിർണായകമാവുക. അവിടെ രമ്യയ്ക്ക് ലീഡുണ്ടെങ്കിൽ പല ഭാഗങ്ങളിലും UDF വോട്ട് പിടിച്ച് മുന്നോട്ട് വരാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. അജിം, ശരി, നടരാജാണ് വിവരങ്ങൾ ചേലക്കരയോട് നൽകിയത്. ചേലക്കരയുടെ ആദ്യത്തെ 3 പഞ്ചായത്തുകളുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ ഇടതുപക്ഷം അവിടെ നിലയുറപ്പിക്കുന്നുണ്ടോ അതോ പതറുന്നുണ്ടോ എന്നറിയാൻ കഴിയുന്നതാണ്.